ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണ കൃപാമൂർത്തി എസ് ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപമാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമ്മൾ 17ാമത്തെ അധ്യായം ശ്രദ്ധാവിഭാഗങ്ങൾ എന്നുള്ള അധ്യായം വായിക്കാൻ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം നമ്മൾ അതിലെ 4 ശ്ലോകങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾക്ക് 5ാമത്തെ ശ്ലോകം മുതലാണ് വായിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ശ്ലോകം അർജുനന്റെ ചോദ്യമാണ്. കാരണം കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആസുരിക സ്വഭാവമുള്ള വ്യക്തികൾ ഒരിക്കലും വേദശാസ്ത്രങ്ങൾ അനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത്. ദൈവിക സ്വഭാവമുള്ളവരാണ് വേദശാസ്ത്രം അനുസരിച്ച്, ശാസ്ത്ര നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകുന്നത്. ശാസ്ത്രം അനുസരിക്കാതെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അതിന് യാതൊരു പ്രയോജനവുമില്ല, ഈ ലോകത്തിലോ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിലോ. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനങ്ങളൊന്നുമില്ല എന്ന് ഭഗവാൻ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ശാസ്ത്രവിധി ഉത്സൃജ്യ വർത്തതേ കാമകാരത നസ സിദ്ധിം അവാപ്നോതി ന സുഖം ന പരാഗതി. അപ്പോൾ ശാസ്ത്രം അനുസരിച്ച് തന്നെ വേണം പ്രവർത്തിക്കാൻ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശാസ്ത്രം അനുസരിച്ച് തന്നെ പ്രവർത്തിക്കണം. തസ്മാ ശാസ്ത്രം പ്രമാണന്തേ കാര്യാകാര്യ വ്യവസ്ഥിതോ ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തം കർമ്മകർത്തും ഇഹാർഹസി. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, പ്രത്യേകിച്ചും ആത്മീയമായിട്ടുള്ള കർമ്മങ്ങൾ, ഭഗവത് സേവനം, ഇതൊക്കെ ശാസ്ത്രം അനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അത് വെറും ഊഹങ്ങളാണ്, സങ്കല്പങ്ങൾ മാത്രമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ അർജുനന് സംശയമുണ്ടായി. ശാസ്ത്രം പഠിക്കാത്തവരും ശാസ്ത്രം അനുസരിച്ച് പ്രവർത്തിക്കാത്തവരും ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ വളരെ വിശ്വാസത്തോടുകൂടി, വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുന്നുണ്ട്. അവരുടെ സ്ഥിതി എന്താണ്? അവർ പലതിനെയും ആരാധിക്കുന്നുണ്ട്. ആളുകൾ പറയുന്നത് എന്തിനു വേണമെങ്കിലും ആരാധിക്കാം, എന്തിനേയും ഏത് രൂപത്തിലും ആരാധിക്കാം, അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ഭഗവാനിലേക്ക് എത്തിച്ചേരുമെന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. പക്ഷെ അവർ ശാസ്ത്രം അനുസരിച്ചല്ല ആചരിക്കുന്നത്. അവരുടെ സ്ഥിതി എന്താണ് എന്ന് അർജുനൻ ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പറയുന്നത്, ശാസ്ത്രം അനുസരിക്കാതെ ഉള്ള വിശ്വാസങ്ങളെ 3ആയിട്ട് തരംതിരിക്കാമെന്നാണ് പറയുന്നത്. സാത്വിക ഗുണത്തിലുള്ള വിശ്വാസങ്ങളും, രജോ ഗുണത്തിലുള്ള വിശ്വാസങ്ങളും, തമോ ഗുണത്തിലുള്ള വിശ്വാസങ്ങളും. ഇതെല്ലാം ഒരു വ്യക്തിയുടെ പൂർവ്വജന്മത്തിലെ കർമ്മം അനുസരിച്ചാണ് ഓരോ വ്യക്തിക്കും ഓരോ വിശ്വാസങ്ങൾ ഉണ്ടാകുന്നത് എന്നും ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ത്രിവിധാ ഭവതി ശ്രദ്ധ ദേഹിനാ സാ സ്വഭാവച്ച സാത്വികി രാജസീ ചൈവ താമസീ ചേതി താമസണം. സത്വരജസ്തമോ ഗുണങ്ങളിൽ വിശ്വാസം ഉണ്ടാകും. പൂർവാർജിത കർമ്മം അനുസരിച്ച് ഒരു വ്യക്തിക്ക് സാത്വികമായിട്ടുള്ള വിശ്വാസമോ, രജോ ഗുണത്തിലുള്ള വിശ്വാസമോ, തമോ ഗുണത്തിലുള്ള വിശ്വാസമോ ഉണ്ടാകാം. അത് പൂർവ്വജന്മത്തിലെ പ്രവർത്തനങ്ങളും പൂർവ്വജന്മത്തിലെ സമ്പർക്കങ്ങളും അനുസരിച്ചാണ് ഒരു വ്യക്തിക്ക് ഈ ജന്മത്തിൽ ഒരു പ്രത്യേക വിശ്വാസത്തിനോട് ആകർഷണം ഉണ്ടാകുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞു. അതിനുശേഷം സാത്വിക ഗുണത്തിലുള്ള വ്യക്തികൾക്കും, രജോ ഗുണത്തിലുള്ള വ്യക്തികൾക്കും, തമോ ഗുണത്തിലുള്ള വ്യക്തികൾക്കും ഏതെല്ലാം തരത്തിലുള്ള ആരാധനകളിലേക്കാണ് ആകർഷണം ഉണ്ടാകുന്നത്, ഏതു തരം മൂർത്തിയിലേക്കാണ് അവർക്ക് ആകർഷണം ഉണ്ടാകുന്നത് എന്ന് ഭഗവാൻ 4ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാത്വിക ഗുണത്തിലുള്ളവർക്ക് ദേവന്മാരുടെ ആരാധനയിലേക്കാണ് ആകർഷണം ഉണ്ടാകുന്നത്. ഇന്ദ്രൻ, ചന്ദ്രൻ, വരുണൻ, അതേപോലെ ഗണപതി, മഹാദേവൻ, ദുർഗ, സരസ്വതി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സാത്വിക ദേവന്മാരിലേക്കാണ് അവർക്ക് ആകർഷണം ഉണ്ടാകുന്നത്. രജോ ഗുണത്തിലുള്ളവർക്ക് പെട്ടെന്ന് ഐശ്വര്യം ഉണ്ടാകണം, പെട്ടെന്ന് ധനമുണ്ടാകണം, അതിനുള്ള ധനാർജന മന്ത്രങ്ങൾ, ധനാർജന തന്ത്രങ്ങൾ,
അതേപോലെ യക്ഷരാക്ഷസന്മാരെയൊക്കെയാണ് അവര് ആരാധിക്കുന്നത്. കുബേരൻ തുടങ്ങിയിട്ടുള്ള യക്ഷനെയൊക്കെ വീട്ടിൽ വെച്ച് ആരാധിക്കും. ആ കുബേരന്റെ പ്രതിമ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ധനമുണ്ടാകും എന്നൊക്കെ അവർ വിചാരിക്കും. അത് രജോഗുണത്തിലുള്ള ആരാധനയാണ്. യക്ഷരാക്ഷസന്മാരെയാണ് അവര് ആരാധിക്കുന്നത്. ഭൂതപ്രേതങ്ങളെയാണ് തമോഗുണത്തിലുള്ളവർ ആരാധിക്കുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പോൾ നേരത്തെ തന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ആരെയാണോ ആരാധിക്കുന്നത് നമ്മൾ അടുത്ത ജന്മത്തിൽ അവരുടെ സ്ഥാനത്തേക്കാണ്, വാസസ്ഥാനത്തേക്കാണ് എത്തിച്ചേരുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒരേ ഇടത്തേക്കല്ല പോകുന്നത്. ആരെയാണോ നമ്മൾ ആരാധിക്കുന്നത് അവിടേക്ക് തന്നെ നമ്മൾ എത്തിച്ചേരും. യാന്തി ദേവപ്രതാദേവാൻ പിതൃൻ യാന്തി പിതൃപ്രത ഭൂതാനി യാന്തി ഭൂതേജോ യാന്തി മധ്യാജിനോപിമ എന്നും ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യാന്തി ദേവപ്രതാദേവാൻ, ഏത് ദേവനെയാണോ നമ്മൾ ആരാധിക്കുന്നത് ആ ദേവന്റെ അടുത്തേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. സൂര്യദേവനെ ആരാധിക്കുന്നവർക്ക് സൂര്യദേവന്റെ അടുത്തേക്കും, ചന്ദ്രനെ ആരാധിക്കുന്നവർക്ക് ചന്ദ്രന്റെ അടുത്തേക്കും, ഇന്ദ്രനെ ആരാധിക്കുന്നവർക്ക് ഇന്ദ്രന്റെ അടുത്തേക്കും, അങ്ങനെ ഏത് ദേവനെ ആരാധിക്കുന്നവർക്കും അവരുടെ വാസസ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കും. പിതൃൻ യാന്തി പിതൃവ്രത. ചില ആളുകൾ പിതൃക്കളെയാണ് ആരാധിക്കുന്നത്. പിതൃപൂജ ചെയ്യുന്നവർക്ക് പിതൃക്കൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടേക്ക് എത്തിച്ചേരാൻ സാധിക്കും, അല്ലെങ്കിൽ പിതൃലോകത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. പിതൃലോകം രണ്ടിടത്തായിട്ടാണുള്ളത്. ഒന്ന് യമരാജന്റെ വാസസ്ഥാനത്തിനടുത്തൊരു പിതൃലോകമുണ്ട്, അരിയമാവ് ഭരിക്കുന്ന പിതൃലോകം. അത് പാതാള ലോകത്തിന്റെയും താഴെയാണ് യമരാജന്റെ സാമ്രാജ്യം. മറ്റൊരു പിതൃലോകം ചന്ദ്രലോകത്തിലാണ്. ചന്ദ്രലോകത്തിലും ഒരു പിതൃലോകം. ഇങ്ങനെ ഏതെങ്കിലും ഒരു പിതൃലോകത്തിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ സാധിക്കും. പിതൃന്യാന്തി പിതൃപ്രത ഭൂതാനി യാന്തി ഭൂതേജ്യം. ഭൂതപ്രേതങ്ങളെ ആരാധിക്കുന്നവർക്ക് ഭൂതപ്രേതങ്ങളുടെ ലോകങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. യാന്തി മധ്യാജിനോപിമാം, എന്നെ ആരാധിക്കുന്നവർക്ക് എന്റെ അടുത്തേക്കും എത്തിച്ചേരാം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭഗവാൻ ആരാധിക്കുന്നവരാണ് ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നത്. എല്ലാവരും ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നില്ല എന്നാണ് പറയുന്നത്. ആരെയാണോ ആരാധിക്കുന്നത് അവരുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഏത് രൂപത്തിലും ആരാധന ചെയ്യാം എന്ന് പറയുന്നവർ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഏത് രൂപത്തിനെയാണ് നമ്മൾ ആരാധിക്കുന്നത് ആ രൂപത്തിനടുത്തേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. ഇത് മറ്റൊരു വിധത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യഥാമാം പ്രപദ്യന്തേ താം തഥൈവ ഭജാമ്യം. ഏത് രൂപത്തിലാണോ ഒരു വ്യക്തി ആരാധിക്കുന്നത് അതിനനുസരിച്ചുള്ള പ്രതിഫലമാണ് ആ വ്യക്തിക്ക് ലഭിക്കുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം ഒരേപോലെയല്ല, എല്ലാ ആരാധനകളും ഒരേപോലെയാണ്, ഒരേ നിലവാരത്തിലാണെന്ന് ഭഗവാൻ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല, ഭഗവത്ഗീതയിൽ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് വ്യത്യസ്ത തരത്തിലുള്ള ആരാധനകളെ ഭഗവാൻ എടുത്തു പറയുന്നത്. അല്ലെങ്കിൽ ഭഗവാന് പറയാമായിരുന്നു എല്ലാം ഒരേ തരത്തിലാണ്. ഇങ്ങനെ ഭഗവാൻ പ്രത്യേകിച്ചും ഓരോ വിഭാഗമായിട്ട് എടുത്തു പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഭഗവാൻ ഓരോ വിഭാഗത്തിനെ കുറിച്ചും വിശദമായിട്ട് പറയുന്നുണ്ട്. യജന്തേ സാത്വികാ ദേവാൻ യക്ഷരക്ഷാംസി രാജസ പ്രേതാൻ ഭൂതഗണാൻ സന്യേ യജന്തേ താമസാച. സാത്വിക ഗുണത്തിലുള്ളവർ സാത്വികരായിട്ടുള്ള ദേവന്മാരെയും യക്ഷരാക്ഷസന്മാരെ രജോഗുണത്തിലുള്ളവരും തമോ ഗുണത്തിലുള്ളവർ ഭൂതപ്രേതങ്ങളെയുമാണ് ആരാധിക്കുക. അവർക്ക് അങ്ങനെയാണ് സ്വാഭാവികമായിട്ടും ഒരു ആകർഷണം ഉണ്ടാകും. ഇത് നല്ല രീതിയാണ് എന്ന് അവർക്ക് ഉള്ളിൽ തോന്നും. കാരണം എന്താണ്? ഉള്ളിൽ ഇരിക്കുന്നത് ആ ഒരു ഗുണമാണ്. കാരണം ഗുണസങ്കോസ്യ, ഗുണസംഘം കൊണ്ട് അങ്ങനെ തോന്നുന്നതാണ് എന്ന് പറയും. അപ്പോൾ അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്, ഇതിൽ നമ്മൾ ഏത് ആരാധന ചെയ്തു കഴിഞ്ഞാലും നമ്മുടെ മനോഭാവത്തിനനുസരിച്ച് ഇതെല്ലാം ആസുരിക ആരാധനയായിട്ട് മാറാം എന്നാണ് ഭഗവാൻ പറയുന്നത്. അശാസ്ത്രവിഹിതം ഘോരം തപ്യന്തയെ തപോജനാഹ ദംഭാഹങ്കാര സംയുക്ത കാമരാഗബലാനിത കർഷയന്ത ശരീരസ്ഥം ഭൂതഗ്രാമം അചേതസ മാം ചൈവാന്ത ശരീരസ്ഥം താൻ വിദ്യാസുര നിശ്ചയാൻ. ഇതിൽ പറഞ്ഞിട്ടുള്ള സത്വരജസ്തമോ ഗുണങ്ങളിൽ ഉള്ള ആരാധന ആസുരിക സ്വഭാവമായിട്ട് മാറാം. എങ്ങനെയാണ് മാറുന്നത്? ഇവിടെ പറഞ്ഞിട്ടുള്ള മനോഭാവത്തോട് കൂടിയിട്ടാണ് നമ്മൾ ആരാധന ചെയ്യുന്നതെങ്കിൽ അത് ദൈവികമായിട്ടുള്ള ആരാധനയല്ല, ആസുരികമായിട്ടുള്ള ആരാധനയാണ്. ശാസ്ത്രവിഹിതം ഘോരം തപ്യന്തയെ തപോജനാഹ ദംഭാഹങ്കാര സംയുക്ത കാമരാഗബലാനിത കർഷയന്ത ശരീരസ്ഥം ഭൂതഗ്രാമം അചേതസ മാം ചൈവാന്ത ശരീരസ്ഥം താൻ വിദ്യാസുര
നിശ്ചയാൻ. അപ്പോൾ ഒരു ആരാധന ആസുരികമാണോ ദൈവികമാണോ എന്ന് തിരിച്ചറിയുന്നതിന് ഭഗവാൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നമ്മളെ സഹായിക്കും. അപ്പൊ എന്താണ് ഭഗവാൻ പറഞ്ഞതെന്ന് ശ്രീല പ്രഭാതർ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾക്ക് വിവർത്തന ഭാവാർത്ഥം വായിക്കാം, അതിനുശേഷം ഡിസ്കസ് ചെയ്യാം. 5-ാമത്തെയും 6-ാമത്തെയും ശ്ലോകം. ഹരേ കൃഷ്ണ പ്രഭുജി. ഓക്കെ, ശിവരാമൻ പ്രഭുജി വായിച്ചോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അശാസ്ത്രവിഹിതം ഘോരം ദവ്യന്തേ തപോജനാഃ ദംഭാഹങ്കാര സംയുക്ത കാമരാഗബലാന്വിത കർഷയന്ത ശരീരസ്ഥം ഭൂതഗ്രാമ അജേതസ്സാം മാം ച ഏവാന്ത ശരീരസ്ഥം താൻ വിദ്യാനാസുരനിശ്ചയാൻ. കാമം, ആസക്തി എന്നിവയാൽ പ്രേരിതരായി അഹംഭാവത്തോടുകൂടി സ്വശരീരത്തിലെ ഭൗതിക മൂലകങ്ങളെയും ശരീരത്തിൽ കുടികൊള്ളുന്ന പരമാത്മാവിനെ തന്നെയും ദ്രോഹിച്ചുകൊണ്ട് ശാസ്ത്രനിർദ്ദിഷ്ടമല്ലാത്ത കഠിന തപസ്സനുഷ്ഠിക്കുന്ന വിഡ്ഢികൾ ആസുരന്മാരാണ്. ഭാവാർത്ഥം: ശാസ്ത്രവിഹിതങ്ങളല്ലാത്ത സ്വയം കൃതങ്ങളായ കടുത്ത തപോവ്രതങ്ങൾ ആചരിച്ചു പോരുന്നവരുമുണ്ട്. രാഷ്ട്രീയമായൊരു ലക്ഷ്യം സാധിച്ചു കിട്ടാൻ വേണ്ടി ഉപാസനാമനുഷ്ഠിക്കുന്നതു തന്നെ ഉദാഹരണം. ഇത്തരം വൃഥാചാരം ശാസ്ത്രനിർദ്ദിഷ്ടമല്ല, ആത്മീയ പുരോഗതിക്ക് വേണ്ടിയാണ്. രാഷ്ട്രീയമോ സാമൂഹികമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനല്ല മതഗ്രന്ഥങ്ങൾ ഉപവാസം നിർദ്ദേശിച്ചിട്ടുള്ളത്. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപാസനാദിവൃതങ്ങൾ അനുഷ്ഠിക്കുന്നവർ തികച്ചും ആസുര സ്വഭാവികൾ തന്നെ എന്നാണ് ഭഗവത്ഗീതയുടെ സിദ്ധാന്തം. വേദപ്രമാണങ്ങൾക്കെതിരായ അവരുടെ പ്രവർത്തനങ്ങൾ പൊതുവിൽ ജനങ്ങൾക്ക് ഗുണകരങ്ങളല്ല തന്നെ. വിദ്യാഹങ്കാരം കൊണ്ടും കാമം കൊണ്ടും ദുരഭിമാനത്താലും ഭൗതിക ഭോഗങ്ങളിലുള്ള അത്യാസക്തി കൊണ്ടുമാണ് വാസ്തവത്തിൽ അവരിങ്ങനെ എല്ലാം ചെയ്യുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ നിർമ്മിതിക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഭൗതിക മൂലകങ്ങളുടെ ഘടനയെ തകരാറിലാക്കുന്നത് കൂടാതെ അന്തസ്ഥിതനായ പരമപുരുഷനെയും ബാധിക്കുന്നുണ്ട്. എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് അനധികൃതമായി അനുഷ്ഠിക്കപ്പെടുന്ന ഈ ഉപവാസങ്ങളും തപോവ്രതങ്ങളും തീർച്ചയായും പരോപദ്രവപ്രദങ്ങളാണ്. വൈദിക സാഹിത്യത്തിൽ അവ പരാമർശിക്കപ്പെട്ടിട്ടില്ല. തന്റെ അഭീഷ്ടത്തിന് വഴങ്ങാൻ ഈ ഉപായങ്ങൾ എതിരാളികളെ നിർബന്ധിതരാക്കുമെന്നാണ് ആസുര സ്വഭാവികൾ പ്രതീക്ഷിക്കുക. എന്നാൽ ചിലപ്പോൾ ഉപവാസാനുഷ്ഠാനം മരണത്തിലേക്ക് എത്തിക്കാം. ഇത്തരം പ്രവൃത്തികളെ ഭഗവാൻ അനുകൂലിക്കുന്നില്ല. അവ അനുഷ്ഠിക്കുന്നവർ ആസുരന്മാരാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ദൈവിക ആജ്ഞകളെ കൂട്ടാക്കാതെ ചെയ്യപ്പെടുന്ന ഈ അനുഷ്ഠാനങ്ങൾ ഭഗവാനെ നിന്ദിക്കലാണ്. അജേതസ്സ എന്ന പദം ശ്രദ്ധിക്കുക. സാധാരണ മനസ്ഥിതിയുള്ളവർ ദൈവികാജ്ഞകളെ അനുസരിച്ചേ മതിയാകൂ. അങ്ങനെയല്ലാത്തവരാണ് ശാസ്ത്രനിയമങ്ങൾക്ക് വഴങ്ങാതെ സ്വേച്ഛാനുസാരം തപസ്സും ഉപവാസാദികളും സൃഷ്ടിക്കുന്നത്. ആസുര സ്വഭാവികളുടെ അന്ത്യം 16-ാം അധ്യായത്തിൽ വിവരിച്ചിട്ടുള്ളത് ഓർക്കുക. ഭഗവാൻ അവരെ വീണ്ടും ആസുര ഗർഭങ്ങളിൽ തന്നെ പിറക്കാൻ നിർബന്ധിതരാക്കുന്നു. തൽഫലമായി അവർക്ക് പരമപുരുഷനായ ഭഗവാനുമായി തങ്ങൾക്കുള്ള ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കാതെ ആസുരങ്ങളായ ജീവിത സിദ്ധാന്തങ്ങളുമായി ഏറെ ജന്മങ്ങൾ കഴിച്ചുകൂട്ടേണ്ടി വരും. ഏതുവിധേനയും ഒരു ആധ്യാത്മികാചാര്യന്റെ വൈദിക ജ്ഞാനത്തിന്റെ വഴിക്കുള്ള മാർഗനിർദ്ദേശം ലഭിക്കാൻ ഭാഗ്യമുണ്ടായാൽ അവർക്ക് ഈ ബന്ധനത്തിൽ നിന്ന് മോചനം നേടി പരമലക്ഷ്യം പ്രാപിക്കാൻ സാധിക്കും. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു ശിവരാമൻ പ്രഭുജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഇവിടെ ഭഗവാൻ ആസുരികമായിട്ടുള്ള തപസ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എല്ലാ തപസ്സും ദൈവീകമല്ല, എല്ലാ തപസ്സും നമ്മളെ ആത്മീയമായിട്ട് ഉയർത്തുന്നതല്ല എന്നാണ് പറയുന്നത്. ആസുരികമായിട്ടുള്ള തപസ്സിനെ കുറിച്ച് ഭഗവാൻ ഇവിടെ പറയുന്നു. അശാസ്ത്രവിഹിതം ഘോരം തപ്യന്തേയേ തപോചന. ഒരു വ്യക്തി ശാസ്ത്രത്തിൽ പറഞ്ഞത് കൂടാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഏതെങ്കിലും ഒരു തപസ്സുണ്ടാക്കി അനുഷ്ഠിക്കുകയാണെങ്കിൽ അത് അശാസ്ത്രവിഹിതമാണ്. ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടില്ലാത്ത
തപസ്സാണ്. അല്ലെ, ഞാൻ ഇന്ന് ഉപവാസമാണ് എന്ന് ചില ആളുകൾ പറയും. ഇന്ന് എന്ത് ഉപവാസമാണ്? അങ്ങനെയില്ല, ഞാൻ അങ്ങനെ എടുക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വക ഒരു ഉപവാസം. യഥാർത്ഥത്തിൽ എല്ലാ തപസ്സിനും ശാസ്ത്രീയമായിട്ടുള്ള ഒരു അടിത്തറയുണ്ട്. നമ്മളെ ഏകാദശിക്ക് ഉപവസിക്കാറുണ്ട്. അത് ആ സമയം നോക്കി ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം അനുസരിച്ചാണ് നമ്മൾ ഉപവസിക്കുന്നത്. അത് നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. ഇന്ന ദിവസം, ഏകാദശി ദിവസം ഉപവസിക്കുന്നത് ഭഗവാന് ഇഷ്ടമാണ്. അങ്ങനെ ഉപവസിക്കുന്നവർക്ക് പുണ്യം ലഭിക്കും എന്ന് ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഭഗവാനോട് കൂടുതൽ അടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഭഗവാനെ കൂടുതൽ തൃപ്തിപ്പെടുത്താൻ സാധിക്കും എന്ന് അവിടെ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ആ ദിവസം ഉപവസിക്കുന്നത്. അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഏതെങ്കിലും തപസ് ചെയ്യുന്നത് അശാസ്ത്രവിഹിതം ഘോരം, അത് ആസുരികമായിട്ടുള്ള തപസ്സായിട്ട് മാറുമെന്നാണ് പറയുന്നത്. അതിന് ആത്മീയമായിട്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാവുകയില്ല. ചില തപസ്സുകൾ, ഘോരമായിട്ടുള്ള തപസ്സുകൾ ചില ആളുകൾ ചെയ്യുമെന്നാണ് പറയുന്നത്. അല്ല, ചില ആളുകൾക്ക് കണ്ടാൽ തന്നെ പേടിയാവുന്ന വിധത്തിലുള്ള തപസ്സുകളൊക്കെ ആളുകൾ ചെയ്യും. സ്വന്തം ശരീരത്തിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള തപസ്സുകൾ. തപ്യന്തേ തപോജൻ ജനാഹ ദംഭാഹങ്കാര സംയുക്ത കാമരാഗ ഫലാന്വിത. ചില ആളുകൾ തപസ് ചെയ്യുന്നതിന് എന്തിനാണ്? അവരുടെ ആ ഒരു ദംഭം, അവരുടെ കഴിവ് പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ ആളുകൾ തപസ് ചെയ്യും. അല്ലെ, ഞാൻ ഇത്രയും ദിവസം മണ്ണിനടിയിൽ കിടന്നു എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ തപസ് ചെയ്യും. എന്തിനാണ്? അവരുടെ പേര്, ആ പ്രശസ്തി, അതൊക്കെ വർദ്ധിപ്പിക്കുന്നതിനാണ് തപസ് ചെയ്യുന്നത്. അതൊന്നും ആത്മീയ ഉയർച്ചയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ വേദനിർദ്ദേശപ്രകാരമോ അല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ദമ്പ അഹങ്കാര സംയുക്ത കാമരാഗ ബലാനിത, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആഗ്രഹം നടത്തി കിട്ടണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന തപസ്. ഞാൻ ഞാൻ ശയനപ്രദക്ഷിണം ചെയ്തോളാം, എനിക്ക് ഇന്ന കാര്യം നേടണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു നേട്ടം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന തപസ്. കാമരാഗ ഫലാന്വിത. കർഷേന്ദ ശരീരസ്ഥം ഭൂതഗ്രാമം അജേതസം. ആ സമയത്ത് ആളുകൾ സ്വന്തം ശരീരം നശിക്കുകയാണ് എന്നുള്ള കാര്യം ചിന്തിക്കുന്നില്ല. സ്വന്തം ശരീരത്തിനെ ഉപദ്രവിക്കുകയാണ് എന്നുള്ള കാര്യമൊന്നും ചിന്തിക്കാതെ, അല്ലെങ്കിൽ ഉള്ളിലിരിക്കുന്ന പരമാത്മാവിനെ പോലും ചിന്തിക്കാതെ എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. മാം ചൈവാന്ത ശരീരസ്ഥം, എന്നെ പോലും അവർ ചിന്തിക്കുന്നില്ല എന്ന് പറയും. ശരീരത്തിനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അത് പരമാത്മാവിനെയും ഉപദ്രവിക്കുന്നത് പോലെയാണ്. കാരണം എന്താണ്? എല്ലാ ശരീരത്തിലും പരമാത്മാവ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ശരീരത്തിന് അകത്തിരിക്കുന്ന ജീവനെയോ പരമാത്മാവിനെയോ ഒന്നും പരിഗണിക്കാതെ കഠിനമായിട്ടുള്ള തപസ്സുകളൊക്കെ ചെയ്യുന്നത് സ്വന്തം ശരീരത്തെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ശരീരത്തെയോ നശിപ്പിക്കുന്ന രീതിയിലുള്ള തപസ്സുകൾ, യജ്ഞങ്ങളൊക്കെ ചെയ്യുന്നത് ആസുരികമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. ചില യജ്ഞങ്ങളിൽ മറ്റു മൃഗങ്ങളെ ഉപദ്രവിക്കാറുണ്ട്, മറ്റു മൃഗങ്ങളെ കൊന്നുകൊണ്ട് ചെയ്യുന്ന യജ്ഞങ്ങൾ. ഇതൊക്കെ ആസുരികമാണ് എന്നാണ് പറയുന്നത്. ഇതൊന്നും യഥാർത്ഥത്തിൽ വേദവിധി പ്രകാരമല്ല, അല്ലെങ്കിൽ വേദങ്ങൾ അംഗീകരിക്കുന്നില്ല. അത് അശാസ്ത്രീയമാണ് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അശാസ്ത്രീയമായതുകൊണ്ട് അത് ആസുരിക സ്വഭാവം ഉൾക്കൊള്ളുന്നതാണ്, അത് ആസുരികമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. ആസുരികമായിട്ടുള്ള തപസ്സുകൾക്ക് ഉദാഹരണമാണ്. ആത്മീയമായിട്ടുള്ള ഉയർച്ചയ്ക്കല്ലാതെ വേറെന്തെങ്കിലും കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന തപസ്സുകൾ, വേദങ്ങളിൽ നിർദ്ദേശിക്കാത്ത തപസ്സുകൾ, അതെല്ലാം ആസുരികമായിട്ടുള്ള തപസ്സാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇന്ന് കലിയുഗത്തിൽ നമുക്ക് ഇങ്ങനെ ആസുരികമായിട്ടുള്ള തപസ്സുകൾ ധാരാളമായിട്ട് കാണാൻ സാധിക്കും. ഇതെല്ലാം ഈശ്വര ആരാധനയാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇത് ചെയ്യുന്നവരെല്ലാവരും ഭക്തന്മാരാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അല്ലെ, എല്ലാവരും ഭക്തന്മാരാണ്, എല്ലാവരും പല രീതിയിലുള്ള ഈശ്വരാരാധനയാണ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്നാൽ എല്ലാം ഈശ്വരാരാധനയല്ല, എല്ലാ തപസ്സും ഈശ്വരാരാധനയല്ല. അത് ഈശ്വരനിലേക്ക് എത്തിച്ചേരുന്നില്ല, ഭഗവാൻ അത് അംഗീകരിക്കുന്നുമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഈ ശ്ലോകത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം അടുത്ത ശ്ലോകം വായിക്കാം. അസുരികമായിട്ടുള്ള തപസ്സിനെ കുറിച്ചാണ് 5ഉം 6ഉം ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം അടുത്ത ശ്ലോകം വായിക്കാം. പ്രഭു, ഹരേ കൃഷ്ണ. ഓക്കെ, സഞ്ജീവനി മാതാജി പറഞ്ഞു. നമ്മള് ഈ ശാസ്ത്രം എന്ന് ഉദ്ദേശിക്കുന്നത് ഏതാണ് പ്രഭു? എന്തൊക്കെയാണ്? ശാസ്ത്രം എന്ന് പറയുന്നത് വേദശാസ്ത്രമാണ് ഉദ്ദേശിക്കുന്നത്. വേദവും വേദത്തോടനുബന്ധിച്ചിട്ടുള്ള ശാസ്ത്രങ്ങൾ. നമ്മുടെ ശാസ്ത്രം പ്രധാനമായിട്ടും ശ്രുതിയും സ്മൃതിയുമാണ്. ശ്രുതി എന്ന് പറയുന്നത് വേദങ്ങളും, സ്മൃതി എന്ന് പറയുന്നത് വേദങ്ങൾ അനുസരിച്ച്
ഋഷീശ്വരന്മാർ രചിച്ചിട്ടുള്ള പുരാണങ്ങളും ഉപനിഷത്തുകളുമാണ്. അപ്പൊ നമ്മൾക്ക് 4 വേദങ്ങളുണ്ട്, അതേപോലെ പുരാണങ്ങളുണ്ട്, 18 പുരാണങ്ങളുണ്ട്, ഉപനിഷത്തുകളുണ്ട്, അതേപോലെ ഇതിഹാസങ്ങളുമുണ്ട് അല്ലെ. മഹാഭാരതം, രാമായണം തുടങ്ങിയിട്ടുള്ള ഇതിഹാസങ്ങളുമുണ്ട്. ഇതെല്ലാം ഋഷിമാരാൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ശാസ്ത്രങ്ങളാണ്. അതിന്റെയൊക്കെ ഉദ്ദേശം ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് പ്രധാനമായിട്ടും ശാസ്ത്രമായിട്ട് എടുക്കാൻ സാധിക്കുന്നത് ഭഗവത്ഗീതയാണ്. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ആചാരം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് വേണം ചെയ്യാനെന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ പ്രഭുജി. അങ്ങനെ പറയുമ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ക്ഷേത്രത്തിലൊക്കെ പോയി വന്ന് മാത്രം ഭക്ഷണം കഴിക്കുന്ന അങ്ങനത്തെ ശീലങ്ങളൊക്കെ നമുക്ക് ഉണ്ടല്ലോ, ചെറുപ്പം തൊട്ടുള്ള ചിട്ടകൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അതൊക്കെ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. നമുക്ക് പണ്ട് വീട്ടിലുള്ള പൂർവികർ പറഞ്ഞു തന്നിട്ടുള്ള അറിവൊക്കെ വെച്ച് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നാമജപം, ആ നാമം പിന്നെ ജപിക്കാമല്ലോ, എപ്പോഴും ജപിക്കാം. പക്ഷെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് മാത്രം ഭക്ഷണം കഴിക്കുക, കുളിച്ച് മാത്രം, അത് കുളിച്ച് ശുദ്ധിയായിട്ട് ഭക്ഷണം കഴിക്കുക, അങ്ങനെയുള്ള ആചാരങ്ങൾ. അപ്പൊ അതൊക്കെ ചെയ്യുമ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ പ്രഭു. ഹരികൃഷ്ണൻ. യെസ്, അത് നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അല്ലെ. ഇവിടെ പറയുന്ന അത് ഇവിടെ പറയുന്ന കാറ്റഗറിയിൽ വരുന്നില്ല. ഭഗവാൻ എന്താണ് പറയുന്നത്? ഘോരം, സ്വന്തം ശരീരത്തിനെ നശിപ്പിക്കുന്ന തരത്തിലുള്ള തപസ്സുകളെ കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോകുന്നത് ഘോരമായിട്ടുള്ള ഒരു തപസ്സല്ല അല്ലെ. അത് നമ്മൾ സാധാരണ ചെയ്യേണ്ട കാര്യമാണ്. രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത് ശാസ്ത്രത്തിൽ പറയുന്നതാണ്. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം എന്ന് പറയുന്ന ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കാൻ വേണ്ടി, ക്ഷേത്ര ദർശനം ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് പൂർവികരിൽ നിന്ന് കിട്ടിയിട്ടുള്ള അറിവാണ്. അത് ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളതുമാണ്. അത് ഘോരമായിട്ടുള്ള തപസ്സല്ല. പിന്നെ ഹരേ കൃഷ്ണ, ശരീരസ്ഥിതി അനുസരിച്ച് നമുക്ക് ഒരു ദിവസം ഇപ്പൊ കുളിച്ചിട്ടില്ലെങ്കിലും ജപിക്കാൻ കുഴപ്പമില്ല എന്നല്ലേ ഭഗവത്ഗീതയിലൊക്കെ പറയുന്നത്? ഭഗവത്ഗീതയിൽ അങ്ങനെ പറയുന്നില്ല, പക്ഷെ നമ്മുടെ ആചാര്യന്മാർ അങ്ങനെ പറയുന്നുണ്ട്. നാമജപത്തിന് പ്രത്യേകിച്ച് വേറെ നിയമങ്ങളൊന്നുമില്ല എന്ന് ചൈതന്യ മഹാപ്രഭുവും പറയുന്നുണ്ട്, ശിക്ഷാഷ്ടകത്തിൽ പറയുന്നു. പനിയൊക്കെ കുളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ജപിച്ചാ മതി എന്നൊക്കെയാണ് ഭഗവത്ഗീതയില് അല്ല ഗുരുക്കന്മാരൊക്കെ പറയണത്. അങ്ങനെയല്ലേ പ്രഭു? അതെ, നാമജപത്തിന് അങ്ങനെയുള്ള നിയമങ്ങളില്ല. നമ്മള് ചിലപ്പം എന്തെങ്കിലും നിയമം പറഞ്ഞിട്ട് നാമജപം മുടക്കാൻ ശ്രമിക്കും. ഇന്ന് പനിയാണ്, ജപിക്കുന്നില്ല എന്ന് പറയും. ഇന്ന് കുളിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ ജപിക്കുന്നില്ല. അങ്ങനെ പറയരുത്. എപ്പോ വേണമെങ്കിലും ജപിക്കാം അല്ലെ. എപ്പോ വേണമെങ്കിലും ജപിക്കാം. ജപിക്കുന്നതിന് പ്രത്യേകിച്ച് നിയമമില്ല കലിയുഗത്തിൽ. ഹരേ കൃഷ്ണ പ്രഭുജി. ഈ ശബരിമലയ്ക്ക് പോകുന്നതൊക്കെ ഉണ്ടല്ലോ പ്രഭുജി, അതെങ്ങനെയാ നമ്മൾ ഏതിൽ പെടുത്തും? ശബരിമലയ്ക്ക് വ്രതം എടുത്തിട്ടൊക്കെ നമ്മൾ ചെരുപ്പിടാണ്ട് നടന്ന് പിന്നെ ചെരുപ്പിടാണ്ട് മല കയറി അങ്ങനെയൊക്കെ വരുമ്പോ അത് ഏതിലാ വരുന്നത്? അത് വിശദമായി പറഞ്ഞുതരാം. ഹരേ കൃഷ്ണ. അതൊരു ദേവതാരാധനയാണ് അല്ലെ. ദേവതാരാധനയിലാണ് അത് പെടുന്നത്. പക്ഷെ അതൊന്നും ശാസ്ത്രത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള അല്ലെങ്കിൽ വൈദികമായിട്ടുള്ള കർമ്മങ്ങളല്ല. വൈദികമായിട്ടുള്ള കർമ്മങ്ങളല്ല നമ്മൾ ശബരിമലയ്ക്ക് പോകുന്നതൊന്നും വേദനിർദ്ദേശ പ്രകാരമുള്ള തപസ്സല്ല. തിങ്കളാഴ്ച വ്രതമൊക്കെ നോക്കുന്നതോ? യെസ്, തിങ്കളാഴ്ച വ്രതത്തിനെ കുറിച്ച് എവിടെയെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതെടുക്കാം. പല വ്രതങ്ങളെ കുറിച്ചും വിശദമായിട്ട് പല ശാസ്ത്രങ്ങളിലും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ശാസ്ത്രത്തിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾക്ക് അതെടുക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആചാര്യന്റെ നിർദ്ദേശം ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇനിയും തപസ്സിനെ കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. തപസ്സിനെ കുറിച്ച് ഭഗവാൻ ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ. ഇനിയും രജോഗുണത്തിലും തമോ ഗുണത്തിലും സാത്വിക ഗുണത്തിലുമുള്ള തപസ്സുകളെ കുറിച്ച് വീണ്ടും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ആ കാറ്റഗറി ഏതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾക്ക് അടുത്ത ശ്ലോകം വായിക്കാം. ഭഗവാൻ നമ്മുടെ ആഹാരശീലം അനുസരിച്ച് നമ്മുടെ ഉള്ളിൽ കൂടുതലായിട്ടുള്ളത് രജോ ഗുണമാണോ തമോ ഗുണമാണോ സാത്വിക ഗുണമാണോ എന്ന് പറഞ്ഞു തരുന്നുണ്ട്.
അപ്പോൾ നേരത്തെ നമ്മൾ വായിച്ചത് ഏത് വ്രതമാണെങ്കിലും നമ്മുടെ ആത്മീയ പുരോഗതിക്ക് അല്ല എങ്കിൽ അത് ശുദ്ധമായിട്ടുള്ള സാത്വികഗുണത്തിലുള്ള ഒരു വ്രതമല്ല. അത് രജഗുണത്തിലോ തമോഗുണത്തിലോ ഉള്ള വ്രതമാണ്. ശാസ്ത്രം അനുസരിക്കാത്ത വ്രതമാണെങ്കിൽ അത് ആസുരികവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. യഥാർത്ഥത്തിൽ നമ്മൾ യജ്ഞദാന തപസ്സുകൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ആത്മീയമായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. ആത്മീയമായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന് എന്തുണ്ടായിരിക്കണം? ഒരു ആചാര്യന്റെ നിർദ്ദേശവും അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ നിർദ്ദേശവും ഉണ്ടായിരിക്കണം. അല്ലാതെ ചെയ്യുന്ന തപസ്സാണെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല എന്നാണ് ഭഗവാൻ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശാസ്ത്രവിധി മുത്സൃജ്യ വർദ്ധതേ കാമകാരത നസസിദ്ധിം അവാപ്നോതി ന സുഖം ന പരാഗം. അങ്ങനെയുള്ള വ്രതങ്ങൾ കൊണ്ടോ തപസ് കൊണ്ടോ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഈ ജന്മത്തിലോ അടുത്ത ജന്മത്തിലോ നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് സുഖമോ പരാഗതിയോ കിട്ടാൻ പോകുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പം ഏതെങ്കിലും ശാസ്ത്രത്തിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആ വ്രതം ചെയ്യാം. നമ്മുടെ ആത്മീയമായിട്ടുള്ള പുരോഗതിക്ക് അത് സഹായിക്കുന്നുണ്ടെങ്കിൽ അത് ശാസ്ത്ര നിർദ്ദേശപ്രകാരമാണെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല എന്ന് ഭഗവാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഈ ശ്ലോകത്തിൽ 7ാമത്തെ ശ്ലോകത്തിൽ ആഹാരശീലങ്ങൾ അനുസരിച്ച് നമ്മൾക്ക് ഒരു വ്യക്തിയുടെ സത്വരജസ്തമോ ഗുണങ്ങൾ മനസ്സിലാക്കാം. ഒരു വ്യക്തിയിൽ സത്വഗുണമാണോ രജോ ഗുണമാണോ തമോ ഗുണമാണോ ഉയർന്നു നിൽക്കുന്നത് എന്ന് ആഹാരശീലം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. 7ാമത്തെ ശ്ലോകത്തിൽ ആഹാരസ്തുപി സർവസ്യ ത്രിവിധോ ഭവതി പ്രിയ യജ്ഞദാന തപസ്തഥാദാനം തേഷാം ഭേദം ഇമം ശ്ലോകം. ഓക്കെ, ശ്ലോകം വായിച്ചോളൂ. 7ഉം 8ഉം വായിച്ചോളൂ. ഓം നമോ ഹരേ കൃഷ്ണ പ്രഭുജി. വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ആഹാരസ്ത്വഭി സർവസ്യ ത്രിവിധോ ഭവതി പ്രിയഃ യജ്ഞസ്തപസ്തഥാ ദാനം തേഷാം ഭേദമിമം ശൃണു. വിവർത്തനം ഭാവാർത്ഥം ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് കി ജയ്. മനുഷ്യർക്ക് ഭക്ഷണ വിഷയത്തിൽ പോലും ഇഷ്ടാനിഷ്ടാനങ്ങൾ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്കനുസരിച്ചായിരിക്കും. യജ്ഞങ്ങൾ, തപസ്, ദാനം എന്നിവയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. ഇവയുടെ വ്യത്യാസങ്ങളെ പറ്റി കേട്ടുകൊള്ളുക. ഭാവാർത്ഥം ത്രിഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലനുസരിച്ച് ഭക്ഷണത്തിന്റെ കാര്യത്തിലും യജ്ഞം, ദാനം, തപസ് എന്നിവയിലും വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഒരേ തലത്തിലാവില്ല ഇവയുടെ സ്ഥിതി. ഏതു ഗുണം മുൻ നിൽക്കുന്നവരിലാണ് ഇന്നവിധം പ്രവർത്തനങ്ങൾ കാണുക എന്ന് വിശകലനം ചെയ്തറിയാവുന്നയാളാണ് ശരിക്കും ബുദ്ധിമാൻ. എല്ലാത്തരം യജ്ഞങ്ങളും ദാനങ്ങളും ആഹാരങ്ങളും ഒരേ വിധമാണെന്നു കരുതുന്നവർ വിവേകികളല്ല, മൂഢരാണ്. ചില മിഷനറി പ്രവർത്തകർ ഉപദേശിക്കാറുണ്ട്, ആർക്കും ഇഷ്ടം പോലെ എന്തും ചെയ്യാമെന്നും പരിപൂർണതയിലെത്താൻ അതൊരു വിഘ്നമാവില്ലെന്നും. വേദനിർദ്ദേശമനുസരിച്ചല്ല ഈ വിഡ്ഢികളായ വഴികാട്ടികളുടെ പ്രവർത്തനം. സ്വയം ഓരോ പദ്ധതികളുണ്ടാക്കി ജനങ്ങളെ വഴി തെറ്റിക്കുകയാണിവർ. ശ്ലോകം 8. ആയുഃ സത്വബലാരോഗ്യ സുഖപ്രീതി വിവർധനാഃ രസ്യാ സ്നിഗ്ധാഃ സ്ഥിരാ ഹൃദ്യ ആഹാര സാത്വികപ്രിയ. വിവർത്തനം ദീർഘായുസ്സും നിലനിൽപ്പിനെ തന്നെ ശുദ്ധീകരിക്കുന്നതും ഫലം നൽകുന്നതും ആരോഗ്യത്തെയും സന്തുഷ്ടിയെയും സംതൃപ്തിയെയും വളർത്തുന്നതും രസവത്തും പ്രീതികരവും സ്നിഗ്ധവും ആസ്വാദ്യവുമായ ആഹാരമായിരിക്കും സാത്വിക സ്വഭാവികൾക്കിഷ്ടം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു ധന്യമാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഭഗവാൻ പറയുന്നത് നമ്മൾ ചെയ്യുന്ന യജ്ഞവും ദാനവും തപസ്സും അതേപോലെ നമ്മുടെ ആഹാരശീലങ്ങളും ഇതെല്ലാം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഗുണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. നമ്മൾക്ക് ഒരു പ്രത്യേക ആഹാരത്തോട് ഇഷ്ടമുണ്ടാകുന്നത്
യാദൃശ്ചികമായിട്ടല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ചില ആളുകൾക്ക് ചില ആഹാരം കൂടുതൽ ഇഷ്ടമായിരിക്കും. ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള ആഹാരങ്ങളായിരിക്കും ഇഷ്ടമുണ്ടാകുക. അതങ്ങനെ വെറുതെ യാദൃശ്ചികമായിട്ട് ഇഷ്ടമുണ്ടാകുന്നതല്ല. അവരുടെ ഹൃദയത്തിൽ ഏത് ഗുണമാണോ മുന്നിട്ട് നിൽക്കുന്നത് ആ ഗുണത്തിനനുസരിച്ചിട്ടാണ് ആ ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടാകുന്നത്. തമോഗുണത്തിലുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ആഹാരമായിരിക്കുകയില്ല സാത്വിക ഗുണത്തിലുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നത്. രണ്ടും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതിനൊരു നിയമമുണ്ട്. ആഹാരത്തിലുള്ള ഇഷ്ടം പോലും സ്വന്തം ഇഷ്ടപ്രകാരം സംഭവിക്കുന്നതല്ല, നമ്മുടെ ഗുണത്തിനനുസരിച്ച് നമ്മൾക്ക് ഇഷ്ടങ്ങൾ ഉണ്ടാകുന്നതാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഗുണം മാറിക്കഴിഞ്ഞാൽ ആഹാരത്തിലുള്ള ഇഷ്ടം പോലും മാറുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഗുണത്തിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് നേരത്തെ ഏത് ആഹാരമാണോ ഇഷ്ടമുണ്ടായിരുന്നത് അതിൽ മാറ്റം വരുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും. ഗുണങ്ങളാണ് ഈ ഇഷ്ടാനിഷ്ടങ്ങൾ തീരുമാനിക്കുന്നത്. അതേപോലെ നമ്മൾ ചെയ്യുന്ന യജ്ഞവും ദാനവും തപസ്സും ഇതെല്ലാം ഒരേ നിലവാരത്തിലായിരിക്കുകയില്ല. സാത്വിക ഗുണത്തിൽ ചെയ്യുന്ന യജ്ഞങ്ങളുണ്ട്, രജോഗുണത്തിൽ ചെയ്യുന്ന യജ്ഞങ്ങളുണ്ട്, തമോ ഗുണത്തിൽ ചെയ്യുന്ന യജ്ഞങ്ങളുണ്ട്. അതേപോലെ തപസ്സും ദാനവും സത്വരജസ്തമോ ഗുണങ്ങളാൽ ബാധിതമാണ്. അതനുസരിച്ച് അതിന്റെ നിലവാരം മാറാം എന്നാണ് പറയുന്നത്. എല്ലാം ഒരേ നിലവാരത്തിലുള്ളതല്ല, അതിലൊക്കെ മാറ്റങ്ങളുണ്ട് ഗുണങ്ങൾക്കനുസരിച്ച്. അതൊക്കെ ഭഗവാൻ പറഞ്ഞു തരാം എന്നാണ് പറയുന്നത്. 3 തരത്തിലുള്ള യജ്ഞത്തിനെ കുറിച്ച് ഇനി ഭഗവാൻ പറയുന്നുണ്ട്. 3 തരത്തിലുള്ള ദാനങ്ങളെ കുറിച്ച് ഭഗവാൻ പറയുന്നുണ്ട്. 3 തരത്തിലുള്ള തപസ്സുകളെ കുറിച്ചും ഭഗവാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിൽ ആദ്യം ഭഗവാൻ പറയുന്നത് ആഹാരശീലങ്ങളെ കുറിച്ചാണ്. സാത്വിക ഗുണമുള്ള വ്യക്തിയുടെ ആഹാരശീലം എന്നാണ് 8ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. ആയു സത്വബലാരോഗ്യ സുഖപ്രീതി വിവർധന രസ്യ സ്നിഗ്ധ സ്ഥിര ഹൃദയ ആഹാര സാത്വിക പ്രിയ. സാത്വിക ഗുണത്തിലുള്ളവർ അങ്ങനെ എന്ത് കിട്ടിക്കഴിഞ്ഞാലും കഴിക്കുന്ന ശീലത്തിലുള്ള ആളുകളായിരിക്കും. അവരെന്താണ് നോക്കുക, ഇത് ആരോഗ്യത്തിന് നല്ലതാണോ, ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നതാണോ എന്ന് നോക്കി ഭക്ഷണം കഴിക്കുന്ന ആളുകള് ഏത് തരക്കാരാണ്? സാത്വിക ഗുണമുള്ളവരാണ്. ആയു സത്വബലാരോഗ്യം അവരുടെ ക്രൈറ്റീരിയ, അവർ ഭക്ഷണം കഴിക്കുന്നതിന്റെ മാനദണ്ഡം എന്താണ്? ഇത് ആരോഗ്യത്തിന് നല്ലതാണോ എന്ന് നോക്കിയിട്ടാണ് അവർ കഴിക്കുക. അപ്പോൾ ആഹാരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഓരോ സമയത്തും ഉള്ള ഭക്ഷണത്തിന് വ്യത്യാസമുണ്ട്. ചില ഭക്ഷണങ്ങൾ രാത്രി കഴിക്കാൻ പാടില്ല, ചില വ്യത്യസ്ത ഭക്ഷണങ്ങൾ കൂട്ടിക്കലർത്തി കഴിക്കാൻ പാടില്ല, അത് വിരുദ്ധാഹാരങ്ങളായിട്ട് മാറും. ആയുർവേദത്തിൽ അതൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി ശ്രദ്ധിച്ച് കഴിക്കുന്ന ആളുകൾ ആരാണ്? സാത്വിക ഗുണത്തിലുള്ള ആളുകളാണ്. പിന്നെ അവർ കഴിക്കുന്നതും എന്തായിരിക്കും? ആരോഗ്യം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങളായിരിക്കും. ധാന്യങ്ങൾ, അതേപോലെ പച്ചക്കറികൾ, അതേപോലെ പാല്, ഇങ്ങനെയുള്ള ഭക്ഷണമൊക്കെ അവർക്ക് ഇഷ്ടമായിരിക്കും. സാത്വിക ഗുണത്തിലുള്ള ആളുകൾക്ക് ഇഷ്ടമായിരിക്കും. അതിന്റെ ഒരു പ്രത്യേകത എന്താണ് പറയുന്നത്? സുഖപ്രീതി വിവർധന. ഈ സാത്വിക ഗുണത്തിലുള്ള ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ സുഖമുണ്ടാകുമെന്നാണ് പറയുന്നത്. അതായത് അസുഖങ്ങൾ കുറയും. ആഹാരങ്ങൾ കൊണ്ടാണ്, ആഹാരശീലം കൊണ്ടാണ് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ സാത്വികമായിട്ടുള്ള ഭക്ഷണം ശീലമാക്കിയവർക്ക് അസുഖങ്ങൾ കുറവായിരിക്കും. സുഖപ്രീതി വിവർധന, അവരുടെ മനസ്സിന് ഒരു തൃപ്തി ഉണ്ടാകുമെന്നാണ്. നമ്മുടെ മനസ്സിന്റെ തൃപ്തിയും ആഹാരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ 1/3 ഭാഗം മനസ്സിലേക്കാണ് പോകുന്നത്. അന്നമയം മന എന്നാണ്. നമ്മൾ കഴിക്കുന്ന അന്നമാണ് മനസ്സായിട്ട് മാറുന്നത്. കുറച്ചു ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ മനസ്സിന്റെ പ്രവർത്തനങ്ങളൊന്നും നടക്കാതെയാകും. നമ്മൾക്കൊന്നും ചിന്തിക്കാനുള്ള കഴിവ് പോലും നഷ്ടപ്പെടും. അപ്പോൾ മനസ്സും അന്നവും ഭക്ഷണവും തമ്മിൽ ബന്ധമുണ്ട്. ആഹാരം ശുദ്ധമായാലേ മനസ്സ് ശുദ്ധമാകുകയുള്ളൂ എന്ന് പറയും. ആഹാരശുദ്ധവും സത്വശുദ്ധി. അതുകൊണ്ട് സാത്വിക ഭക്ഷണമാണ് സുഖപ്രീതി വിവർധനം. നമ്മുടെ ശാരീരികമായിട്ടുള്ള സുഖം വർദ്ധിപ്പിക്കുന്നതിനും, അതായത് അസുഖങ്ങൾ ഇല്ലാതിരിക്കുന്നതിനും, മനസ്സിൽ പ്രീതി ഉണ്ടാകുന്നതിനും, സംതൃപ്തി ഉണ്ടാകുന്നതിനും, സമാധാനം ഉണ്ടാകുന്നതിനും സാത്വിക ഭക്ഷണം കഴിക്കണമെന്നാണ് പറയുന്നത്. അതിന്റെ പ്രത്യേകതയും പറയുന്നുണ്ട്. രസ്യ സ്നിഗ്ധ സ്ഥിര ഹൃദയ ആഹാര സാത്വിക പ്രിയ. അത് രസ്യ, അത് രസയുക്തം, സ്നിഗ്ധം, അതത്ര ഡ്രൈ ആയിരിക്കില്ല, സ്നിഗ്ധമായിരിക്കും എന്ന് പറയുന്നു. ഹൃദ്യമായിരിക്കും എന്ന് പറയുന്നു. സാത്വികമായിട്ടുള്ള ആഹാരം
ഹൃദ്യമായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് സ്വാഭാവികമായിട്ടുള്ള ഭക്ഷണമാണ് സാത്വികമായിട്ടുള്ള ഭക്ഷണം എന്നാണ്. ചില ഭക്ഷണം നമ്മുടെ സ്വാഭാവിക ഭക്ഷണമാണ്. യഥാർത്ഥത്തിൽ മനുഷ്യന്റെ സ്വാഭാവിക ഭക്ഷണം ഫലങ്ങളും ധാന്യങ്ങളുമാണ്. അത് ഹൃദ്യമായിട്ടുള്ള ഭക്ഷണമാണ്. നമ്മൾ ഏതെങ്കിലും പഴം വാങ്ങിക്കുന്ന കടയിൽ പോയിട്ട് ഫ്രൂട്ട്സ് ഒക്കെ കാണുമ്പോൾ തന്നെ നമ്മൾക്ക് സന്തോഷമുണ്ടാകും. ഫ്രൂട്ട്സ് ഒക്കെ അങ്ങനെ നിരത്തി വെച്ചത് കാണുമ്പോൾ അത് നമ്മുടെ ഹൃദ്യമായിട്ടുള്ള ഭക്ഷണമാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് കാണുമ്പോൾ തന്നെ സന്തോഷമുണ്ടാകും. നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ അത് എടുത്തൊക്കെ മണത്ത് നോക്കും. കാരണം എന്താണ്? അത് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ഭക്ഷണമാണ്. മണത്ത് നോക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും ഇത് നല്ലതാണോ അല്ലേ. പക്ഷെ ഒരിക്കലും മത്സ്യമാംസങ്ങളൊന്നും നമ്മൾ മണത്ത് നോക്കാറില്ല. കടയിൽ പോയി വാങ്ങിച്ചാലും നമ്മൾ മണത്ത് നോക്കുന്നില്ല. കാരണം അത് ഹൃദ്യമായിട്ടുള്ള ഭക്ഷണമല്ല, നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ഭക്ഷണമല്ല. നമ്മൾ അത് വാങ്ങുമ്പോൾ തന്നെ വേറെ 2 കവറിലൊക്കെ വെച്ച് ദൂരെ പിടിച്ചാണ് കൊണ്ടുവരുന്നത്. പിന്നെ അതിന്റെ രുചിയൊക്കെ മാറ്റിയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഹൃദ്യമായിട്ടുള്ള ഭക്ഷണമല്ല. ഫലങ്ങളും ധാന്യങ്ങളും നമ്മൾ വാങ്ങിക്കുമ്പോൾ തന്നെ അത് മണത്തൊക്കെ നോക്കും. അതുകൊണ്ട് അത് നമ്മുടെ ഹൃദ്യമായിട്ടുള്ള ഭക്ഷണം. സ്ഥിരഹൃദ്യ ആഹാര സാത്വിക പ്രിയ. ഇപ്പൊ ഇങ്ങനെ ആഹാരവും നമ്മുടെ ആരോഗ്യവും മനസ്സിന്റെ തൃപ്തിയും ആയുസ്സും വർദ്ധിപ്പിക്കുന്ന ഭക്ഷണശീലത്തിനെയാണ് സാത്വികമായിട്ടുള്ള ഭക്ഷണശീലം എന്ന് ഭഗവാൻ പറയുന്നത്. അടുത്ത ശ്ലോകങ്ങളിൽ രജോ ഗുണത്തിലുള്ള ഭക്ഷണശീലത്തെ കുറിച്ചും തമോ ഗുണത്തിലുള്ള ഭക്ഷണശീലത്തെ കുറിച്ചും പറയുന്നുണ്ട്. 9ഉം 10ഉം ശ്ലോകങ്ങളിൽ കഡ്ഡംള ലവണാത്യുഷ്ണ തീഷ്ണ രൂക്ഷ വിദാഹിന ആഹാര രാജസസ്യേഷ്ട ദുഃഖശോകാമയ കൃത യാതയാമം ഗതരസം പൂതി പര്യൂഷിതം ചെയ്ത് ഉച്ഛിഷ്ടം അഭിജാമേധ്യം ഭോജനം താമസപ്രിയം. അതുകൂടി നമുക്ക് വായിക്കാം. രജോ ഗുണത്തിലും തമോ ഗുണത്തിലുള്ള ഭക്ഷണങ്ങളെ കുറിച്ച് 9ഉം 10ഉം ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. 9ഉം 10ഉം ശ്ലോകങ്ങൾ വായിച്ചോളൂ. അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭുജി. രാജേശ്വരി മാതത്തെ വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കട്ടമ്ല ലവണാത്യുഷ്ണ തീഷ്ണ രൂക്ഷവിദാഹിന ആഹാര രാജസശേഷ്ട ദുഃഖശോകമയ പ്രദാം. വിവർത്തനം. കയ്പ്, പുളിപ്പ്, ഉപ്പുരസം, കടുത്ത ചൂട്, എരിവ്, വരൾച്ച എന്നിവ കൂടുതലുള്ള ആഹാര പദാർത്ഥങ്ങളെ രാജസ സ്വഭാവികൾ ഇഷ്ടപ്പെടുന്നു. ഇത്തരം ഭക്ഷ്യങ്ങൾ ദുഃഖത്തിനും രോഗങ്ങൾക്കും വഴിവെക്കുന്നവയാണ്. ശ്ലോകം 10. യാതയാമം ഗതരസം പൂതി പരിശ്രിതം ചായത് ഉച്ഛിഷ്ടം അഭി ച അമേധ്യം പൂജനം താമസപ്രിയം. 3 മണിക്കൂർ മുമ്പ് പാകം ചെയ്തതും സ്വാദ് നഷ്ടപ്പെട്ടതും ദുർഗന്ധമുള്ളതും ഉച്ഛിഷ്ടവും തൊടാൻ കൊള്ളാത്തതുമായ ഭക്ഷണങ്ങളെയാണ് താമസ സ്വഭാവികൾ ഇഷ്ടപ്പെടുന്നത്. ഭാവാർത്ഥം. ആയുസ്സും മനഃശുദ്ധിയും കായ്ബലവും വർദ്ധിപ്പിക്കലാണ് ആഹാരത്തിന്റെ ഉദ്ദേശം. പണ്ട് തന്നെ പാലും അതിന്റെ ഉൽപ്പന്നങ്ങളും അരി, ശർക്കര, ഗോതമ്പ്, പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയെ ദീർഘായുസിനും ആരോഗ്യത്തിനും ഏറ്റവും അധികം ഉതകുന്ന ഭക്ഷ്യങ്ങൾ എന്ന നിലയിൽ അഭിജ്ഞന്മാർ അംഗീകരിച്ചിട്ടുണ്ട്. സാത്വിക പ്രകൃതിയുള്ളവർ ഇഷ്ടപ്പെടുന്നതും ഇവയെ തന്നെ. വേവിച്ച ചോളം, ശർക്കര മുതലായവ മറ്റു ചിലതും അത്രയും സ്വാദുള്ളവയല്ലെങ്കിലും പാലോ വേറെ ഏതെങ്കിലും ആഹാരമോ ചേർത്താൽ രുചികരമാക്കാം. അപ്പോൾ അവ സാത്വിക ആഹാരങ്ങളാകുന്നു. പ്രകൃതിയ ശുദ്ധാഹാരങ്ങളാണിവ. മാംസം, മദ്യം തുടങ്ങിയ അസ്പർശ്യങ്ങളായ ഭക്ഷ്യങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തങ്ങളാണ് ഈ സാത്വിക ആഹാരങ്ങൾ. സ്നിഗ്ധങ്ങൾ എന്ന് 8ാം ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ള കൊഴുപ്പുള്ള ആഹാരങ്ങൾക്ക് പ്രാണി ഹിംസ ചെയ്ത് നേടുന്ന മൃഗക്കൊഴുപ്പുമായി ബന്ധമില്ല. ഉത്തമ ആഹാരമായ പാലിൽ നിന്ന് മൃഗക്കൊഴുപ്പ് വേണ്ടത്ര കിട്ടും. പാൽ, വെണ്ണ, പാൽക്കട്ടി മുതലായവയിലൂടെ മൃഗക്കൊഴുപ്പ് ലഭ്യമാണെന്നിരിക്കെ നിരപരാധികളായ ജീവികളെ ഹിംസിക്കേണ്ടുന്ന ആവശ്യമേ ഇല്ല. ക്രൂരത കൊണ്ട് മാത്രമാണ് ഈ ഹിംസ തുടർന്നു പോരുന്നത്. പാലിലൂടെ കൊഴുപ്പ് നേടുകയത്രേ സംസ്കാര സമ്പന്നർക്ക് അനുയോജ്യമായ മാർഗം. ജന്തുഹിംസ മനുഷ്യോചിതമല്ല. പയറ്, പരിപ്പ്, തവിട് പോകാത്ത ഗോതമ്പ് ഇവയിൽ നിന്ന് പ്രോട്ടീനും ആവശ്യം പോലെ കിട്ടും. കയ്പുള്ളതോ ഉപ്പുരസവും എരിവും ചൂടും കൂടുതലുള്ളതോ ആയ ഭക്ഷ്യങ്ങൾ രാജസാഹാരങ്ങളാണ്. അവ ആമാശയത്തിലെ ശ്ലേഷ്മത്തെ വരട്ടി പലതരം രോഗങ്ങൾ ഉണ്ടാക്കും. താമസാഹാരങ്ങൾ മുഖ്യമായി പഴക്കം തട്ടിയവയാണ്. പാകം ചെയ്ത് 3 മണിക്കൂർ കഴിഞ്ഞാൽ പഴകി എന്ന് കണക്കാക്കാം. ഭഗവത് പ്രസാദത്തിന്റെ കാര്യത്തിൽ ഈ തീർപ്പ് ബാധകമല്ല. പഴകുമ്പോൾ ആഹാരത്തിനൊരു ദുർഗന്ധം ഉണ്ടാവുന്നു. താമസ സ്വഭാവികളെ ആകർഷിക്കുകയും സാത്വികർക്ക് വെറുപ്പുണ്ടാക്കുകയും ചെയ്യുന്നതാണ് ഈ ഗന്ധം. ഭഗവാന് നിവേദിച്ചതോ ഒരു മഹാമനുഷ്യന്റെ, വിശേഷിച്ച ഒരു ആധ്യാത്മിക ആചാര്യന്റെ ഭക്ഷണത്തിനായി തയ്യാറാക്കിയതുമായ ആഹാരത്തിൽ ശേഷിച്ചത് ഭക്ഷിക്കുന്നതിൽ തെറ്റില്ല. മറ്റു വിധത്തിൽ ഉച്ഛിഷ്ടം ഭക്ഷണയോഗ്യമല്ല, താമസാഹാരമാണ്. അത് കഴിക്കുന്നത് രോഗത്തിന് വഴിവെക്കുകയും ചെയ്യും. അത്തരം ഭക്ഷ്യങ്ങൾ താമസ സ്വഭാവികൾക്ക് വളരെ ഹൃദ്യങ്ങളായി തോന്നാമെങ്കിലും സാത്വികർക്ക് വെറുപ്പുണ്ടാക്കും. അവയെ തൊടാൻ പോലും സാത്വിക പ്രകൃതിയുള്ളവർ മടിക്കും.
ഭഗവാന് ഭക്തിപൂർവം നിവേദിച്ചതിന്റെ ഉച്ഛിഷ്ടമാണ് സർവോത്തമമായ ആഹാരം. ഭക്തിപൂർവം നൽകുന്ന ധാന്യവും പച്ചക്കറികളും പാലുമെല്ലാം താൻ സ്വീകരിക്കുമെന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. പത്രം, പുഷ്പം, ഫലം, തോയം എന്നിങ്ങനെ. എന്നാൽ പ്രേമവും ഭക്തിയുമാണ് ഭഗവാന് സ്വീകാര്യമായത്. ഒരു സവിശേഷ രീതിയിൽ തയ്യാറാക്കേണ്ടതാണ് പ്രസാദം എന്ന് പറയപ്പെടുന്നു. ശാസ്ത്രപ്രോക്തമായ വിധത്തിൽ തയ്യാറാക്കിയതും കൃഷ്ണന് നിവേദിച്ചതുമായ ഏത് ഭക്ഷണവും തികച്ചും ആധ്യാത്മികമായതിനാൽ ഏറെക്കാലത്തിന് ശേഷവും ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് ആഹാരത്തെ രോഗാണുരഹിതവും സംശുദ്ധവും എല്ലാവർക്കും ആസ്വാദ്യകരവുമാക്കുവാൻ വേണ്ടി ഭഗവാന് നിവേദിക്കണം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു രാജേശ്വരി മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ മറ്റു 2 വിഭാഗത്തിലുള്ള ഭക്ഷണശീലങ്ങളെയാണ് ഈ 2 ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നത്. സാത്വികമായിട്ടുള്ള ആഹാരത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഭക്ഷണമാണ് സാത്വികമായിട്ടുള്ള ഭക്ഷണം. രജോഗുണത്തിലുള്ള ഭക്ഷണത്തെ കുറിച്ച് 9ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. കഡ്ഡമ്ല ലവണാത്യുഷ്ണ തീക്ഷ്ണ രൂക്ഷ വിദാഹിന ആഹാര രാജസശ്രേഷ്ഠ ദുഃഖ ശോക ആമയപ്രദ. അതിന്റെ പ്രത്യേകതകൾ പറയുന്നുണ്ട്. കഡു, അമ്ലം, ലവണം, അത്യുഷ്ണം, തീക്ഷ്ണം, രൂക്ഷം, വിദാഹിന. ഈ ഒരു സ്വഭാവമാണ് രാജസികമായിട്ടുള്ള സ്വഭാവം. കൂടുതൽ എരിവ്, ലവണം എന്ന് പറയുന്ന കൂടുതൽ ഉപ്പ്, അത്യുഷ്ണം ചൂടോടുകൂടി കഴിക്കുന്നത്, വളരെ ചൂടോടുകൂടി കഴിക്കുന്നത്, തീക്ഷ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഈ മസാല പദാർത്ഥങ്ങളൊക്കെ ചേർത്തിട്ടുള്ളത്, പിന്നെ വളരെ ഡ്രൈ ആയിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ രജോ ഗുണത്തിലുള്ള ഭക്ഷണമാണ് എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള ഭക്ഷണമാണ് രജോ ഗുണത്തിലുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നത്. സ്വാഭാവികമായി അവർക്ക് കൂടുതൽ എരിവും പുളിയും ഉപ്പും മധുരമാണെങ്കിൽ മധുരവും ഒക്കെ കൂടുതൽ വേണം. ചൂടാണെങ്കിൽ ചൂടും, മസാലയാണെങ്കിൽ മസാലയും ഒക്കെ കൂടുതൽ വേണം. അങ്ങനെയുള്ള ഭക്ഷണമാണ് രജോ ഗുണത്തിലുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നത്. തമോ ഗുണത്തിലുള്ളവർക്ക് ഏത് തരത്തിലുള്ള ഭക്ഷണമാണ് ഇഷ്ടപ്പെടുന്നത്? ഇത് മനുഷ്യരുടെ ഭക്ഷണശീലത്തെ കുറിച്ച് മാത്രമല്ല ഭഗവാൻ പറയുന്നത്. ഭഗവാൻ പറയുന്ന നിയമം എല്ലാ ജീവജാലങ്ങൾക്കും ബാധകമാണ്. എല്ലാ ജീവികളെയും ഉൾപ്പെടുത്തിയിട്ടാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ തമോ ഗുണത്തിലുള്ള ഭക്ഷണശീലം, ഒരുപാട് ജീവികൾക്ക്, ജന്തുജാലങ്ങൾ തമോ ഗുണത്തിലുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത്. യാതയാമം ഗതരസം പുതി പരീക്ഷിതം ചെയ്ത് ഉച്ഛിഷ്ടം അഭിജാമേദ്യം ഭോജനം താമസപ്രിയം. തമോ ഗുണത്തിലുള്ള ജീവികൾ അല്ലെങ്കിൽ തമോ ഗുണത്തിലുള്ള മനുഷ്യന്മാർ ഏതു തരം ഭക്ഷണമാണ് ഇഷ്ടപ്പെടുന്നത് എന്നാണ് പറയുന്നത്. യാതയാമം, ഒരു യാമം എന്ന് പറയുന്നത് 3 മണിക്കൂറാണെന്ന് പറയും. ആ 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമുള്ള ഭക്ഷണം തമോ ഗുണത്തിലുള്ള ഭക്ഷണമായിട്ട് കണക്കാക്കും. ഇപ്പൊ കലിയുഗത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളതാണ് അല്ലെ, സ്വാഭാവികമായിട്ട്. അതുകൊണ്ട് അത് ഏതായിരിക്കും? തമോ ഗുണത്തിലുള്ള ഭക്ഷണമാണ്. കലിയുഗത്തിൽ അധികം പേരും കഴിക്കുന്നത് തമോ ഗുണത്തിലുള്ള ഭക്ഷണമാണ്. അതുകൊണ്ടാണ് അധികം പേരും തമോ ഗുണത്തിൽ അകപ്പെട്ടു പോയിരിക്കുന്നത്. സാത്വിക സ്വഭാവത്തിലേക്ക് വരാൻ കഴിയാതെ നിൽക്കുന്നത് തമോ ഗുണത്തിലുള്ള ഭക്ഷണശീലമാണ്. രജോ ഗുണത്തിലുള്ള ഭക്ഷണത്തിന്റെ മറ്റൊരു പ്രത്യേകത പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫലം എന്താണ് എന്നും പറഞ്ഞിട്ടുണ്ട്. സാത്വിക ഗുണത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നതിന്റെ ഫലം എന്താണ് എന്ന് 8ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. സുഖപ്രീതി വിവർധന എന്നാണ് പറയുന്നത്. സുഖം, ആരോഗ്യം, അസുഖങ്ങളില്ലാതിരിക്കും. അതേപോലെ മനസ്സിനും സംതൃപ്തി ഉണ്ടാകും, മനസ്സിന് ഒരു തൃപ്തി ഉണ്ടാകും, മനസ്സിന് സന്തോഷമുണ്ടാകും, സമാധാനം ഉണ്ടാകും സാത്വികമായിട്ടുള്ള ഭക്ഷണം കൊണ്ട്. രജോ ഗുണത്തിലുള്ള ഭക്ഷണശീലമാക്കി കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ഫലം എന്ന് 9ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ആഹാര രാജസശ്രേഷ്ഠ ദുഃഖ ശോകാമയ പ്രദാനം എന്നാണ് പറയുന്നത്. ദുഃഖം, മനസ്സിന് എന്തോ ഒരു സുഖമില്ലാത്ത പോലെ തോന്നും. ഒരു സുഖമില്ല, എന്താണെന്ന് അറിയില്ല, ഒരു സുഖമില്ല എന്ന് തോന്നും. അത് എന്താണ് കാരണം? രാജസികമായിട്ടുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മനസ്സിന് ഒരു സുഖമില്ലാത്ത പോലെ തോന്നും, ദുഃഖം അനുഭവപ്പെടും. വേറൊന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും ഉള്ളിൽ ദുഃഖം പോലെ അനുഭവപ്പെടും. ദുഃഖ ശോകം ആമയപ്രദം. ആമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖമാണ്. അസുഖമുണ്ടാക്കുന്നതാണ് രജഗുണത്തിലുള്ള ആഹാരം എന്നാണ് പറയുന്നത്. കൂടുതൽ എരിവ്, കൂടുതൽ ഉപ്പ്, കൂടുതൽ പുളിപ്പ്, കൂടുതൽ ചൂട്, കൂടുതൽ മസാല, ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ദഹന വ്യവസ്ഥയെ മുഴുവൻ തകരാറിലാക്കും. അവിടെ അൾസർ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും.
പിന്നെ മറ്റ് അസുഖങ്ങളും അതിനോടനുബന്ധിച്ച അസുഖങ്ങളും ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ശരീരത്തിനെ മൊത്തം ബാധിക്കുന്ന തരത്തിലേക്ക് ചിലപ്പോൾ വ്യാപിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ രജോഗുണത്തിലുള്ള ഭക്ഷണശീലം ആമയപ്രദമാണ് എന്നാണ് പറയുന്നത്. ദുഃഖ ശോക ആമയപ്രദം. ആമയപ്രദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖം ഉണ്ടാക്കുന്നത് എന്നാണ്. രജോഗുണത്തിലുള്ള ഭക്ഷണം ശീലമാക്കി കഴിഞ്ഞാൽ അസുഖം തീർച്ചയായിട്ടും ഉണ്ടാകും. ഇനി തമോഗുണത്തിലുള്ള ഭക്ഷണശീലമാണ് നമ്മൾ വായിച്ചത് 10ാമത്തെ ശ്ലോകത്തിൽ. യാതയാമം, ഒരു യാമം കഴിഞ്ഞതിന് ശേഷം, 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഉള്ള ഭക്ഷണം. അതേപോലെ ഗതരസം, അതിന്റെ ആ രുചി നഷ്ടപ്പെട്ടു. കുക്ക് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെയാണ് അതിന് രുചി ഉണ്ടാവുന്നത്. സമയം കഴിയുന്നതോറും അതിന്റെ രുചി നഷ്ടപ്പെടും. അങ്ങനെ രുചി നഷ്ടപ്പെട്ട ഭക്ഷണം ഭൂതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഗന്ധം വരാൻ തുടങ്ങിയിട്ടുണ്ട്. കേടുവന്ന ഒരു ഗന്ധമുണ്ടാകും. ആ ഗന്ധം പരുഷിതം, അത് വളരെയധികം കേടുവന്നു പോയി. ആ കേടുവന്നു പോയിട്ടുള്ള ഭക്ഷണം. അതേപോലെ ഉച്ഛിഷ്ടം എന്ന് പറയുന്നത് മറ്റൊരാൾ കഴിച്ചതിന്റെ ബാക്കിയാണ്. മറ്റൊരാൾ കഴിച്ചതിന്റെ ബാക്കി കഴിക്കാൻ ശാസ്ത്രത്തിൽ നിർദ്ദേശിക്കുന്നില്ല. ഇവിടെ ഉച്ഛിഷ്ടം തമോ ഗുണത്തിലുള്ള ഭക്ഷണമായിട്ടാണ് പറയുന്നത്. ഉച്ഛിഷ്ടം അമേധ്യം, ചില ജീവികൾ വിസർജ്യ വസ്തുക്കൾ വരെ കഴിക്കുന്നുണ്ട്. അതാണ് അമേധ്യം എന്ന് പറയുന്നത്. ഭോജനം താമസപ്രിയം. അപ്പോൾ സാത്വിക ഗുണത്തിലുള്ള ആളുകൾക്ക് ഈ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വളരെയധികം ഡിസ്റ്റർബൻസ് ഉണ്ടാകും. അവരൊരിക്കലും അത് തൊടുക പോലും ചെയ്യുന്നില്ല. പക്ഷെ തമോ ഗുണത്തിലുള്ളവർക്ക് ഇത് വളരെ ഇഷ്ടപ്പെടും. അല്ലെ, 2 ദിവസം മുന്നത്തെ സാമ്പാറാണെങ്കിൽ അവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. അതിൽ നിന്നൊരു പ്രത്യേക ഗന്ധമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടാവും. കേടുവന്ന ആ മണം, അത് തമോ ഗുണത്തിലുള്ളവർക്ക് ഇഷ്ടപ്പെടും. സാത്വിക ഗുണത്തിലുള്ളവർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ തമോ ഗുണത്തിലുള്ളവർക്ക് കേടുവന്ന ഭക്ഷണമാണ് ഇഷ്ടം. തമോ ഗുണത്തിലുള്ള ജീവികൾക്കും അങ്ങനെയാണ്. ഉച്ഛിഷ്ടമോ അല്ലെങ്കിൽ അമേധ്യമോ ഒക്കെ കഴിക്കുന്ന ജീവികളുണ്ട്. പന്നി പോലെയുള്ള ജീവികൾ വിസർജ്യ വസ്തുക്കളാണ് കഴിക്കുന്നത്. അപ്പൊ ഇതൊക്കെ തമോ ഗുണത്തിലുള്ള ഭക്ഷണമാണ് എന്നാണ് പറയുന്നത്. സത്യഗുണത്തിലുള്ളവർക്ക് തൊടാൻ അറയ്ക്കുന്ന ഭക്ഷണം തമോ ഗുണത്തിലുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണമാണ്. അത് നമ്മുടെ തമോ ഗുണം വർദ്ധിപ്പിക്കും. തമോ ഗുണത്തിലിരുന്ന് കഴിഞ്ഞാൽ എന്താണ് വർദ്ധിക്കുന്നത് എന്ന് നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ട്. എന്താണ്? നിദ്ര, ആലസ്യം, പ്രമാദം, ഇതൊക്കെ വർദ്ധിക്കും. ഉറക്കം വരും. അതേപോലെ മടി വരും. ഒന്നും ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവില്ല. അതേപോലെ പ്രമാദം, ശരിയായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും. തെറ്റിദ്ധാരണകൾ വർദ്ധിക്കും. പുറത്തെന്താണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് ശരിയായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥ വരും. ഇതൊക്കെ തമോ ഗുണത്തിലുള്ള ഭക്ഷണശീലത്തിന്റെ ഫലങ്ങളാണ്. അപ്പൊ തമോ ഗുണത്തിലുള്ള ഭക്ഷണം ആത്മീയമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഒരിക്കലും സഹായിക്കുന്നതല്ല. അത് നമ്മൾ ആത്മീയമായിട്ട് താഴോട്ട് കൊണ്ടുപോകുന്ന ഭക്ഷണശീലമാണ്. ഭാവാർത്ഥത്തിൽ ശീലപ്രഭാതർ പറയുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. ഭഗവത് പ്രസാദത്തിന് ഈ സമയത്തിന്റെ കണക്ക് ബാധകമല്ല എന്ന് പ്രത്യേകം ശീലപ്രഭാതർ എടുത്തു പറയും. യാതയാമം എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും 3 മണിക്കൂർ കഴിഞ്ഞാൽ തമോ ഗുണമായി. അപ്പോൾ പ്രസാദമൊക്കെ നമ്മൾ അതിനുശേഷവും അമ്പലത്തിൽ നിന്നൊക്കെ കഴിഞ്ഞ ദിവസം വാങ്ങി നമ്മൾ അടുത്ത ദിവസം കഴിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് തമോ ഗുണത്തിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാന് നിവേദിക്കുന്ന പ്രസാദത്തിന് ഈ തീർപ്പ് ബാധകമല്ല എന്ന് പറയും. കാരണം ഭഗവാന്റെ പ്രസാദം സപ്തരജസ്തമോ ഗുണങ്ങളിൽ പെടുന്നതല്ല. ഇത് സാധാരണ നമ്മൾ കുക്ക് ചെയ്ത ശേഷമുള്ള നിവേദിക്കാത്ത ഭക്ഷണത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതാണ് സപ്തരജസ്തമോ ഗുണങ്ങളിൽ പെടുന്നത്. ഭഗവാന് നിവേദിച്ചു കഴിഞ്ഞാൽ അത് സപ്തരജസ്തമോ ഗുണങ്ങൾക്ക് ഉപരിയാണ് എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ ശീലപ്രഭാതർ പറയുന്നുണ്ട്. അത് എന്താണ്? ഉത്തമമായിട്ടുള്ള ഭക്ഷണമാണ് എന്നാണ്. ഭഗവാന് നിവേദിച്ച ആ ഒരു ഭക്ഷണം അത് ആധ്യാത്മികമാണ്. അത് സപ്തരജസ്തമോ ഗുണങ്ങളുടെ കാറ്റഗറിയിൽ വരുന്ന ഭക്ഷണമല്ല. അതുകൊണ്ട് അതിന് യാതയാമം എന്നുള്ള നിയമം ബാധകമല്ല. 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷവും പ്രസാദം കഴിക്കാം. പക്ഷെ നമ്മൾ നിവേദിക്കാൻ വേണ്ടി 3 മണിക്കൂർ വെയിറ്റ് ചെയ്യരുത്. നിവേദിക്കാൻ നമ്മൾ കുക്ക് ചെയ്ത ഉടനെ തന്നെ നിവേദിക്കണം. അതിനുശേഷം അതിന് ആ യാതയാമം എന്നുള്ള നിയമം ബാധകമല്ല എന്നുള്ള കാര്യം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് 3 തരത്തിലുള്ള ആഹാരശീലങ്ങളെ കുറിച്ച് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. സത്വഗുണത്തിലും രജോഗുണത്തിലും തമോ ഗുണത്തിലുമുള്ള ആഹാരം. ഏറ്റവും ഉത്തമമായിട്ടുള്ള ആഹാരം ഭഗവാന് നിവേദിച്ച പ്രസാദമാണ് എന്നും ഭഗവാൻ എന്ന ശീലപ്രഭാതർ വിശദീകരിക്കുന്നു. ഓക്കെ.
സമയമായിട്ടുണ്ട്. നമുക്ക് ഈ വായിച്ചതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭു, ഒരു സംശയം.